ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ള വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ഭാഗമാണ്. എന്താണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ? അതിനെക്കുറിച്ച് എഴുതാൻ ചോദിക്കാറുണ്ട്. സെബി അഥവാ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെഗുലേറ്ററി ബോഡി ഫോർ സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിലുള്ള കമ്മോഡിറ്റി മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഒരു റെഗുലേറ്ററി ബോഡി, സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് സെബി എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിലുള്ള സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് സെബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 12 ഏപ്രിൽ 1992. 1992 ഏപ്രിൽ 12 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. And given statutory powers on 30th January 1992 through the SEBI Act 1992. 1992 സെബി ആക്ട് പ്രകാരം ജനുവരി 30 അതിന് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ലഭിച്ചിട്ടുണ്ട്. സോ ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഈസ് ദ റെഗുലേറ്ററി ബോഡി ഫോർ സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് സെബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നൊരു ബോഡിയാണ് സെബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 1992 ഏപ്രിൽ 12 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ജനുവരി 30 1992 ജനുവരി 30 സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് അതിന് ലഭിച്ചിട്ടുണ്ട്, സ്വതന്ത്ര അധികാരം ലഭിച്ചിട്ടുണ്ട്. ഇനി സെബിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ പറയുന്നത് ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സെബിയുടെ ആദ്യത്തെ ഫംഗ്ഷൻ. രണ്ടാമത് പറയുന്നത് ടു പ്രൊമോട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക. മൂന്നാമത് പറയുന്നത് ടു റെഗുലേറ്റ് ദ ബിസിനസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് എനി അതർ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും മറ്റ് സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെയും ബിസിനസ്സിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ സെബിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് പറയുന്നത്. ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഫംഗ്ഷൻ. ടു പ്രൊമോട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക. ടു റെഗുലേറ്റ് ദ ബിസിനസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് എനി അതർ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ബിസിനസ്സിനെ റെഗുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതും സെബിയുടെ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, സെക്യൂരിറ്റീസ് മാർക്കറ്റിനെയും അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബിസിനസ്സിനെയും റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതും സെബിയുടെ ഫംഗ്ഷൻസ് ആണ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി. സെബിയുടെ പ്രധാനപ്പെട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ദ മെയിൻ പർപ്പസ് ഓഫ് സെബി ഈസ് ടു സേഫ് ഗാർഡ് ദ റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റർ. ഇൻവെസ്റ്ററുടെ റൈറ്റുകളും ഇൻട്രസ്റ്റുകളും സേഫ് ഗാർഡ് ചെയ്യുക, അതായത് അവരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുക. റെഡ്യൂസ് മാൽ പ്രാക്ടീസസ് റിലേറ്റഡ് ടു ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാൽ പ്രാക്ടീസുകളെ റെഡ്യൂസ് ചെയ്യുക. മാൽ പ്രാക്ടീസുകൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവായ ആക്ടിവിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുക. എസ്റ്റാബ്ലിഷിംഗ് എ കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് പ്രൊമോട്ടിംഗ് ദ ഹെൽത്തി ഫങ്ഷനിങ് ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഹെൽത്തി ഫങ്ഷനിങ്ങിനെ പ്രൊമോട്ടിംഗ് ചെയ്യുക എന്നുള്ളതും സെബിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. അപ്പോൾ പർപ്പസസ് ഓഫ് സെബി എന്ന് പറഞ്ഞാൽ സേഫ് ഗാർഡ് ദ റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റർ. ഇൻവെസ്റ്ററുടെ അവകാശങ്ങളും ഇൻട്രസ്റ്റും സംരക്ഷിക്കുക. മാൽ പ്രാക്ടീസസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള മാൽ പ്രാക്ടീസസിനെ റിഡ്യൂസ് ചെയ്യുക. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷനിങ്ങിനെ പ്രൊമോട്ടിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. എസ്റ്റാബ്ലിഷിംഗ് എ കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് പ്രൊമോട്ടിംഗ് ദ ഹെൽത്തി ഫങ്ഷനിങ് ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഹെൽത്തി ഫങ്ഷനിങ്ങിനെ പ്രൊമോട്ടിംഗ് ചെയ്യുക, കോഡ് ഓഫ് കണ്ടക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതും സെബിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. നെക്സ്റ്റ് പറയുന്നത് സെബി അഡ്മിനിസ്ട്രേഷൻ. സെബിയുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയെന്നാണ് പറയുന്നത്. ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ is the regulatory body for securities and commodity market in India under the jurisdiction of Ministry of Finance, Government of India. Government of Indiaയുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിലുള്ള ജൂറിസ്ഡിക്ഷനിൽ പ്രവർത്തിക്കുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് സെബി എന്ന് പറയുന്നത്.
സെബി ഈസ് ദ റെഗുലേറ്ററി ബോഡി ഫോർ സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ്. അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കമ്മോഡിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് സെബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെബിയുടെ പ്രസൻറ്റ് ചെയർമാൻ എന്ന് പറയുന്നത് അജയ് ത്യാഗിയാണ്. ഇപ്പോഴത്തെ ചെയർമാൻ, സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ അജയ് ത്യാഗിയാണ്. അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ബാന്ദ്ര കുർള കോംപ്ലക്സ്, മുംബൈ. ദ ഹെഡ് ഓഫീസ് ഓഫ് സെബി ഈസ് അറ്റ് ബാന്ദ്ര കുർള കോംപ്ലക്സ്, മുംബൈ. മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സ് എന്നുള്ള പ്രദേശത്താണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്നുള്ളത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് പറയാനുള്ളത് വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് സെബി. സെബിയുടെ അധികാരങ്ങൾ എന്തൊക്കെയെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും 3 പവേഴ്സാണ് സെബിക്ക് നൽകിയിരിക്കുന്നത്. ടു റെഗുലേറ്റ് ആൻഡ് അപ്രൂവ് ദ ബൈലോസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബൈലോസിനെ അപ്രൂവ് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. ഇൻസ്പെക്ട് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ഇൻസ്പെക്ട് ചെയ്യുക. ആൻഡ് കാൾ ഫോർ പീരിയോഡിക്കൽ റിട്ടേൺസ്. അതേപോലെ തന്നെ പീരിയോഡിക്കൽ റിട്ടേൺസിന് വേണ്ടിയിട്ട് കോൾ ചെയ്യുക. ഇൻസ്പെക്ട് ദ ബുക്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിൻ്റെ ബുക്സുകൾ ഇൻസ്പെക്ട് ചെയ്യുക. കമ്പൽ സർട്ടൻ കമ്പനീസ് ടു ഗെറ്റ് ലിസ്റ്റഡ് ഓൺ 1 or more സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒന്നോ അതിലധികമോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള കമ്പനികളെ കമ്പൽ ചെയ്യുക. കമ്പൽ സർട്ടൻ കമ്പനീസ് ടു ഗെറ്റ് ലിസ്റ്റഡ് ഓൺ 1 or more സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അപ്പോൾ സെബിയുടെ പവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ടു റെഗുലേറ്റ് ആൻഡ് അപ്രൂവ് ദ ബൈലോസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബൈലോസിനെ റെഗുലേറ്റ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക. ഇൻസ്പെക്ട് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ഇൻസ്പെക്ട് ചെയ്യുക. ആൻഡ് കോൾ ഫോർ പീരിയോഡിക്കൽ റിട്ടേൺസ്. പീരിയോഡിക്കൽ റിട്ടേൺസിന് വേണ്ടിയിട്ട് കോൾ ചെയ്യുക. ഇൻസ്പെക്ട് ദ ബുക്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിൻ്റെ ബുക്സുകൾ ഇൻസ്പെക്ട് ചെയ്യുക. കമ്പൽ സർട്ടൻ കമ്പനീസ് ടു ഗെറ്റ് ലിസ്റ്റഡ് ഓൺ 1 or more സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഒന്നോ അതിലധികമോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികളെ കമ്പൽ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് സെബിയുടെ പ്രധാനപ്പെട്ട പവേഴ്സായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെബി എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗമാണ് പറഞ്ഞത്. സെബി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെബി എന്ന് പറഞ്ഞാൽ 1992 ഏപ്രിൽ 12 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആ വർഷം ഓർമ്മിച്ച് വെക്കണം. 1992 ജനുവരി 30 മുതൽ അതിന് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ്, അഡ്മിനിസ്ട്രേഷൻ പവേഴ്സ്, ഇത്രയും ഭാഗമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.